ഡീഗ്രേഡ് ചെയ്ത സമയം കളയാത്ത മലയാളത്തിലെ ബിഗ്ഗസ്റ്റ് ആക്ഷൻ പടം തിയേറ്ററിൽ പോയി കാണേണ്ട പൊട്ടന്മാരെ. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ലൈഫ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ടർബോ സിനിമയെ കുറിച്ചും അതുപോലെ തന്നെ മമ്മൂക്കയുടെ ഒരു പ്രത്യേക കാറ്റഗറി സിനിമകൾ റിലീസാകാൻ നേരത്ത് ഇവിടുത്തെ പ്രമുഖ റിവ്യൂവേഴ്സ് കാണിക്കുന്ന ഒരു അവഗണനയുണ്ട്. ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അത് 100% സത്യമാണെന്ന് ഞാൻ പറയുന്നില്ല, അതുപോലെ തന്നെ ഇത് കള്ളവുമല്ല ഗൈസ്. കാര്യം സോഷ്യൽ മീഡിയയിലെ ടർബോ റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകളുടെ അടിയിലെ കമൻറ്റ്സ് നോക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ഈ ചിന്തിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ചിന്തിക്കുന്ന ഒരുപാട് പേര് പുറത്തുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ സബ്ജക്റ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ടർബോ സിനിമയുടെ റിവ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രമുഖ റിവ്യൂവേഴ്സ്, അവരുടെ പേരെടുത്ത് പറയുന്നില്ല, കാര്യം 100% സത്യമാണെന്ന് നമുക്കറിയില്ലല്ലോ, അതുകൊണ്ട് പേരെടുത്ത് പറയുന്നില്ല. പക്ഷേ അവരാരൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവർ ഈ സിനിമയ്ക്ക് ആവറേജ്, എബോ ആവറേജ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഹിറ്റ്, ഈ രീതിയിലുള്ള റിവ്യൂ ആണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ മേളിലേക്ക് കുറേ സംഭവമുണ്ട്. സൂപ്പർ ഹിറ്റ്, മെഗാ ഹിറ്റ്, ബ്ലോക്ക് ബസ്റ്റർ, മെഗാ ബ്ലോക്ക് ബസ്റ്റർ, ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതിലേക്ക് ഈ സിനിമ എത്തിപ്പെടാൻ പാടില്ല എന്നൊരു ഉദ്ദേശം വെച്ച് റിവ്യൂ കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന് നമുക്ക് കുറച്ചുകൂടി ഒന്ന് പുറകോട്ട് പോകേണ്ടി വരും. മമ്മൂക്കയുടെ തന്നെ എല്ലാ സിനിമകൾക്കും ഇവർ ഈ പറയുന്ന രീതിയിൽ റിവ്യൂ കൊടുക്കാറില്ല. ഈ കൂട്ടർ മമ്മൂക്കയുടെ കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ് ഉള്ളൊരു സിനിമ, അല്ലെങ്കിൽ ഒരു മാസ് മസാല, അല്ലെങ്കിൽ ഒരു കോമഡി ആക്ഷൻ, ഇങ്ങനെയുള്ള പടങ്ങൾ ഇറങ്ങുമ്പോഴാണ് ഇവരുടെ റിവ്യൂസിന് ഈ ഒരു സംഭവം നമ്മൾ കണ്ടുവരുന്നത്, ഒരു ആവറേജിൽ ഒതുക്കിക്കളയുന്ന ഒരു സംഭവം നമ്മൾ കാണുന്നത്. മറിച്ച് മമ്മൂക്കയുടെ ഒരു ഓഫ് ബീറ്റ് പടമോ അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റൽ മൂവിയോ, ഉദാഹരണത്തിന് ഇപ്പം പുഴു എടുക്കാം, നൻപകൽ നേരത്ത് മയക്കെടുക്കാം, നമ്മുടെ കാതലെടുക്കാം, എക്സ്പെരിമെൻ്റൽ മൂവീസ് ആയിട്ടുള്ള ഭീഷ്മപർവമല്ല ബ്രഹ്മയുഗം, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഏതാണ് റോഷാക്ക്, ഈ സിനിമകൾക്കൊക്കെ ഗംഭീര പോസിറ്റീവും ഇവർ വാരി വെതറി കൊടുക്കാറുണ്ട്. ഇവർക്ക് തന്നെ അറിയാം. കാര്യം ഈ സിനിമകൾക്ക് പോസിറ്റീവ് കൊടുത്താലും എക്സ്ട്രാ പോസിറ്റീവ് കൊടുത്താലും ബോക്സ് ഓഫീസിൽ ഈ സിനിമകൾ ഏതറ്റം വരെ പോകുമെന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ സിനിമകൾക്ക് വാരി വിതറി പോസിറ്റീവ് കൊടുക്കുകയും ഒരു കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ് ഉള്ള സിനിമകൾ വന്നു കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ ഏത് ലെവൽ വരെ പോകുമെന്ന് ഇവർക്കറിയാം. ഭീഷ്മപർവം, കണ്ണൂർ സ്കോഡ് തുടങ്ങിയ സിനിമകൾക്കൊക്കെ ഈ പറഞ്ഞ പ്രമുഖ റിവ്യൂസ് കൊടുത്തേക്കുന്ന റിവ്യൂ എന്ന് പറയുന്നത് ആവറേജ്, എബോ ആവറേജ് ആണ്. അങ്ങനെ കൊടുക്കേണ്ട സിനിമകളായിരുന്നോ ആ സിനിമകൾ എന്നുള്ളത് നിങ്ങൾ ആദ്യം ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ടർബോയ്ക്ക് ഇവരെന്തുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ റിവ്യൂ കൊടുത്തെന്നും മനസ്സിലാക്കാൻ സാധിക്കും. കാര്യം ഭീഷ്മപർവമാണെങ്കിലും കണ്ണൂർ സ്കോഡ് ആണെങ്കിലും ഈ രണ്ട് സിനിമകൾക്ക് ഹെവി പോസിറ്റീവ് റെസ്പോൺസ് ഇവരും കൂടി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ആളുകൾ തിയേറ്ററിലേക്ക് പോയി കാണുമോ എന്നുള്ളൊരു പേടി, അല്ലെങ്കിൽ കളക്ഷൻ കുറച്ചുകൂടി കൂടുമോ എന്നുള്ളൊരു പേടി ഇവരുടെ ഉള്ളിലുള്ള പോലെയാണ് എനിക്ക് പേഴ്സണലി ഇവരുടെ റിവ്യൂസ് കേട്ടപ്പോൾ തോന്നിയത്. സിനിമ കണ്ടതിന് ശേഷം അത് ഞാൻ ഉറപ്പിക്കുകയും ചെയ്തു, ആ രണ്ട് സിനിമകളും. കാര്യം ആ രണ്ട് സിനിമകളും 100% പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തിയ സിനിമകളാണ്, എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തിയ സിനിമകളാണ്. ആ സിനിമകൾ അതിനുള്ള വിജയം കൈവരിക്കുകയും ചെയ്തു. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 80 കോടിക്ക് മുകളിലാണ് ഈ രണ്ട് സിനിമകൾ സ്വന്തമാക്കിയത്. ഇവരുടെ ഈ ആവറേജ് റെസ്പോൺസ് വെച്ച് ഇവരൊക്കെ ഹ്യൂജ് പോസിറ്റീവ് കൊടുത്ത സിനിമകൾക്ക് പോലും ആ രീതിയിലുള്ള നേട്ടം സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം അത്രയും വലിയ നേട്ടങ്ങൾ ആ രണ്ട് സിനിമകളും സ്വന്തമാക്കിയിട്ടുണ്ട്. ഒരുപാട് ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇറക്കിയ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് ആ സിനിമകൾക്ക് ഇവർ ആവറേജ് റെസ്പോൺസ് കൊടുത്തു? ഇവരും കൂടി പോസിറ്റീവ് കൊടുത്താൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവരും കൂടി പോസിറ്റീവ് കൊടുത്താൽ കുറച്ചുകൂടി ലെവലിലേക്ക് ആ സിനിമ പോകുമോ എന്നുള്ളൊരു പേടി ഉള്ളിലുള്ള പോലെ. അത് തന്നെയാണ് ഇവിടെ ടർബോയ്ക്കും സംഭവിച്ചേക്കുന്നത്. ആ സിനിമയ്ക്ക് ഇവരും കൂടി ഒരു പോസിറ്റീവ് കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? പടം വേറെ ലെവലാണ്. പടത്തിനെക്കുറിച്ച് നമ്മൾ പറയണം. കാര്യം പടത്തിൻ്റെ ടെക്നിക്കൽ ക്വാളിറ്റിയാണ് എടുത്തു പറയാനായിട്ട് എനിക്ക് തോന്നുന്നത്. കാര്യം ടെക്നിക്കൽ ക്വാളിറ്റി, പ്രത്യേകിച്ച് ഫൈറ്റ് സീൻസിൽ മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറേ സംഭവങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. ആ ചേസ് സീനൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. വലിയ കോടികൾ മുടക്കി ഇറക്കിയ ഒരുപാട് സിനിമകളുണ്ട്. ഉദാഹരണത്തിന് ലിയോ സിനിമ എടുത്ത് നോക്കാം, അതിനകത്തൊരു ചേസിങ് സീനുണ്ട്. ആ ചേസിങ് സീനും നമ്മുടെ മോളിവുഡിലെ ഈ ചേസിങ് സീനും കൂടെ എടുത്ത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ തട്ട് താണ് തന്നെ ഇരിക്കും. കാര്യം അമ്മാതിരി ലെവലിലാണ് ഈ സാധനം പണി വെച്ചേക്കുന്നത്. മമ്മൂട്ടി കമ്പനി ഒരുപാട് രീതിയിലുള്ള എഫേർട്ട് അതിനുവേണ്ടി എടുത്തിട്ടുണ്ട്. ബഡ്ജറ്റ് വൈസ് ആണെങ്കിലും ഒരു കോംപ്രമൈസും പടത്തിന് അവർ ചെയ്തിട്ടില്ല. അപ്പോൾ ആ രീതിയിലുള്ള സംഭവങ്ങൾ ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കോമഡീസ് എല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ കോമഡി ചിലതൊന്നും വർക്കൗട്ട് ആയിട്ടില്ല എന്ന് ഈ പ്രമുഖ റിവ്യൂസ് പറയുന്നുണ്ട്. ചിലതൊക്കെ ചളിയായിട്ട് തോന്നി, പ്രഡിക്റ്റബിൾ ആയിരുന്നു, ക്ലീഷേ ആയിരുന്നു. പിന്നെ മാസ് മസാല പടത്തിൽ ഇവന്മാർ എന്താണ് പ്രതീക്ഷിച്ചത്? അല്ലെങ്കിൽ മാസ് മസാല പടത്തിൽ എന്താണ് വേറെ കാണിച്ചു തരേണ്ടത്? ഒരു ആക്ഷൻ കോമഡി അല്ലെങ്കിൽ മാസ് മസാല, ഈ ഒരു ജാനർ സിനിമ റിലീസാകാൻ പോകുന്നു എന്ന് പറയുമ്പോഴേ ഇതൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ മറന്ന് തന്നെയാണ് പ്രേക്ഷകർ തിയേറ്ററിൽ നിന്ന് ഇത് എൻജോയ് ചെയ്യാനായിട്ട് പോകുന്നത്, ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടും. അപ്പോൾ അതുകൊണ്ട് അതെടുത്ത് കുറ്റമായിട്ട് പറയേണ്ട ഒരു കാര്യം ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല ഗൈസ്. അപ്പം
നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താണ് തോന്നിയിട്ടുള്ളത്? പിന്നെ ഗൈസ്, എന്തായാലും ഈ കനത്ത ഡീഗ്രേഡിങ്ങിനെയും അതുപോലെ തന്നെ ഈ യൂട്യൂബേഴ്സിൻ്റെ ഈ ഒരു ആവറേജ് റിവ്യൂസിനെയും ഇപ്പോൾ പുതിയൊരു വില്ലൻ കൂടി വന്നിട്ടുണ്ട്, മഴ. ഇതിനെ എല്ലാം അതിജീവിച്ച് മെഗാസ്റ്റാറിൻ്റെ കരിയറിലെ ഫസ്റ്റ് 100 കോടിയായിട്ട് ഈ സിനിമ മാറും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് റിലീസാകുകയും ചെയ്യും. അത് പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ കൊളുത്തുകയും ചെയ്യും. ആ രീതിയിലുള്ള പണിവെക്കലാണ് വൈശാഖ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. പുള്ളിയുടെ ഒരു ഗംഭീര കംബാക്കാണ്. ഇതുപോലുള്ള ഡയറക്ടർ മലയാള സിനിമയിൽ ആവശ്യമാണ്. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇദ്ദേഹത്തിനെ ഇപ്പോൾ ട്രോളുന്നതും ഈ സിനിമേനെ ട്രോളുന്ന മോഹൻലാൽ ഫാൻസ് ഒരു കാര്യം ഓർക്കണം. പുലിമുരുകൻ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയൽ ഹിറ്റ് സമ്മാനിച്ച വൈശാഖ് തന്നെയാണ് ടർബോയ് ഒരുക്കിയേക്കുന്ന. ഗംഭീര ലെവലിലാണ് ഒരുക്കിയേക്കുന്ന. ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. ഈ സിനിമ കണ്ട എല്ലാ പ്രേക്ഷകനും അത് മനസ്സിലാകും. പുലിമുരുകനൊക്കെ വലിയ സംഭവമാക്കി മാറ്റുന്ന ഫാൻസിനോട് ഈ ടർബോ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് അടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ഇരുന്ന് പുലിമുരുകൻ ഒന്നുകൂടി കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾ ടർബോനെ നെഗറ്റീവ് അടിക്കാൻ വരിക എന്ന് മാത്രമേ ലാലേട്ടൻ ഫാൻസിനോട് പറയാനുള്ളൂ. കാര്യം അവർ പുലിമുരുകൻ ഒന്നുകൂടി ഇരുത്തി കാണാത്തതിൻ്റെ പ്രശ്നമായിരിക്കും ടർബോനെ നെഗറ്റീവ് അടിക്കുന്നത്. അല്ലാണ്ട് ഇപ്പം എന്ത് പറയാനല്ലേ. പിന്നെ ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങൾക്ക് ഈ സംഭവം തോന്നിയിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇടണം കേട്ടോ. കാര്യം എത്ര പേര് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സിനിമ കണ്ടു എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ഇടുക, ചെറിയൊരു ഷോർട്ട് റിവ്യൂ ആയിട്ട്. ഇനി സിനിമ കാണാൻ പോകുന്ന ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുകയും കമൻറ്റ് സെക്ഷൻ നോക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ പ്രയോജനമായിട്ട് വന്നേക്കാം. അപ്പോൾ അതും ഇടുക. എന്തായാലും സിനിമ ഫസ്റ്റ് ഡേ 6 കോടിക്ക് മുകളിൽ കേരള FD തൂക്കിയിട്ടുണ്ട്. 6 കോടിക്ക് മുകളിൽ പോകേണ്ടതായിരുന്നു. കൂടുതൽ സ്ക്രീൻസ് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ ഗുരുവായൂർ അമ്പൽ നടയിലൊക്കെ തകർത്തോടുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര സ്ക്രീൻസ് പോസിബിൾ അല്ല. എങ്കിലും അടിപൊളി സംഭവമാണ് ഫസ്റ്റ് ഡേ കാഴ്ചവെച്ചേക്കുന്നത്. ലേറ്റ് നൈറ്റ് ഷോസിൽ റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. 200-ന് മുകളിൽ ലേറ്റ് നൈറ്റ് ഷോസ്. മലയാളം സിനിമകൾ സംഭവിച്ചാണ് റെക്കോർഡ്. തമിഴിൽ ലിയോയാണ് ഇപ്പോഴും നിലവിൽ കേരളത്തിൽ റെക്കോർഡായിട്ട് നിൽക്കുന്നത്. പിന്നെ ഫസ്റ്റ് ഡേ 15 കോടിക്ക് മുകളിൽ ഗ്രോസ് വന്നിട്ടുണ്ട്. എന്തായാലും വേൾഡ് വൈഡ് 100 കോടി തൂക്കും. അത് എത്ര ഡീഗ്രേഡിങ് ചെയ്താലും തൂക്കും. പിന്നെ ഈ പറഞ്ഞ കാര്യം ഇത് സത്യമാണ് ഗൈസ്, വേറെ ഒന്നും പറയാനില്ല, ഇത് സത്യമാണ്. ഈ പറഞ്ഞ പ്രമുഖ റിവ്യൂസ് ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ ഇപ്പോഴും പേര് പറയുന്നില്ല. ഇത് 100% ഇത് സത്യമാണ്. ഇവർ ഇനിയും ഈ പരിപാടി മമ്മൂട്ടി സിനിമകൾക്ക് തുടരുകയും ചെയ്യുക. അതിലൊരു പ്രധാന കാര്യം, ഇവരാരും മമ്മൂക്ക ഫാൻസ് അല്ല. ഇവരാരുടെ ഫാനാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നുമില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.